അതൊക്കെ നിങ്ങൾ കൈവച്ച ഡിസ്ക്ലെയിമർ, ഇതൊരു തമാശയായി മാത്രം എടുക്കുക, ചിരിക്കുക. ചിരി ആയുസ് വർദ്ധിപ്പിക്കും. മുതലാളി മുത്താണ്. ബിഗ് ബ്രേക്കിംഗ് തുടരുന്നു. നമസ്കാരം. പ്രധാന വാർത്തകൾ. മുതലാളിയോട് അവിടെ മിണ്ടാതിരിയടാ പട്ടി എന്ന് ദുർഗാ ശാഖയിൽ പഠിച്ച അടവുകൾ ഇവിടെ എടുത്താൽ വിലപ്പോവില്ലെന്ന് എഡിറ്റർ മൊട്ട. താൻ ഏത് കോത്താഴത്ത് എഡിറ്റർ ആയാലും എനിക്ക് പുല്ലാണടാ എന്ന് മൊട്ടയോട് തിരിച്ചടിച്ച് വാഹിനി. ജനതാ പാർട്ടി ഉണ്ടെങ്കിൽ ജനസംഘം ഉണ്ടോ? അതൊക്കെ നിങ്ങൾ കൈവച്ച. വേലിയിൽ കിടന്ന പാമ്പിനെ എടുത്ത് കോണകത്തിൽ വെച്ചതിന് സകലരോടും മാപ്പ് ചോദിക്കുന്നുവെന്ന് മുതലാളി. പ്രേക്ഷകരോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ആ പരിപാടിയിൽ ഇങ്ങനെ ഒരു സംവിധാനം എന്താണ് ഞാൻ ഖേദിക്കുകയാണ്. പറയുന്നത് കൊണ്ട് ഒന്നും വിചാരിക്കരുത് മുതലാളി. മുതലാളി ഒരു പരമചെറ്റയാണെന്ന് തൊഴിലാളികൾ. ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്. മുതലാളി ഒരു ചെറ്റയാണ്. എന്നാൽ പിന്നെ DNA ടെസ്റ്റ് നടത്തി നോക്കിയാലോ എന്ന് നാട്ടുകാർ. ഇടയ്ക്ക് കയറി മിണ്ടിയാൽ അടി കിട്ടിയാലോ, അല്ലെങ്കിൽ വാഹിനിയുടെ തെറി കേട്ട് മാനം പോയാലോ എന്ന് പേടിച്ച് പഞ്ചപുച്ചമടക്കി ഇന്നലെ വിരുന്ന് വന്ന നമ്മുടെ വകയിൽ അമ്മാവനും അടിതടയിൽ അഗ്രഗണ്യായിട്ടും പച്ചത്തറി പറയാൻ അറിയാമായിട്ടും ഈ കളിയിൽ നമ്മളില്ലേ എന്ന് പറഞ്ഞ് ഉള്ളിൽ ചിരിച്ചുകൊണ്ട് തറവാട്ടമ്മയും. അടിയും തെറിയും പേടിച്ച് മാനം മര്യാദയുള്ളവർ പോലും ജോലി രാജിവെച്ച് തടി കഴിച്ചിലാക്കുന്നുവെന്ന് വാർത്തകൾ. സംഭവങ്ങളുടെ തുടക്കം കോലിലൊരു കോണകം കെട്ടി സിംഹത്തിന്റെ കക്ഷത്ത് വെച്ച് നിൽക്കുന്ന ഈ സ്ത്രീ ആരാണ് എന്നുള്ള ഒരു നിരുപദ്രവകരമായ ചോദ്യം മൊട്ട ചോദിച്ചതിൽ നിന്നാണ്. ഈ ചിത്രം വരച്ചത് ആര്? ഇതാണ് ഈ ഭാരതാംബയും അടിയന്തരാവസ്ഥയും തമ്മിലുള്ള ബന്ധം. അതായത് ഈ ചിത്രവും അടിയന്തരാവസ്ഥയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ഈ സ്വതന്ത്ര ഇന്ത്യയിൽ കാശ്മീർ എവിടെ? കിലുക്കത്തിലെ ഇന്നസെന്റിന് ലോട്ടറി അടിച്ച സീൻ ഓർമ്മയില്ലേ? അതുപോലായി പിന്നെ വാഹിനിയുടെ അവസ്ഥ. ക്ഷണത്രജ്ഞ മുതലാളി എന്നും പറഞ്ഞ് ഒരാറാട്ടായിരുന്നു പിന്നെ. പിണറായി വിജയന്റെ SFI കുഞ്ഞുങ്ങൾ, ഡോക്ടർ അരുണിന്റെ പൊന്നോമന മക്കൾ, അവരാണ് അവിടെ വന്ന് പ്രകോപനം ഉണ്ടാക്കിയത്. അല്ലാതെ ഗവർണർ രാജേന്ദ്ര സൗകര്യമില്ല. അല്ല, എന്നെ മണ്ടത്തരം പറഞ്ഞപ്പോൾ അതുപോലെ തന്നെയാണ്. ജനസംഘത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയിലുള്ളത്. അതിനിടയ്ക്കാണ് മൊട്ട ചരിത്രം എന്നൊരു വാക്കൊന്ന് പറഞ്ഞു പോയത്. ശാഖയിൽ പോകുന്നവർക്കും ശാഖയിൽ പോകുന്നവർക്ക് വേണ്ടി വായിട്ടലയ്ക്കുന്നവർക്കും ചരിത്രം എന്ന് കേൾക്കുന്നതേ അലർജിയാണല്ലോ. തുടങ്ങി വീണ്ടും അലറലോടലറൽ. ഡോക്ടർ അരുൺ, താങ്കൾ സ്വന്തമായിട്ടൊക്കെ പറഞ്ഞോന്നേ. താങ്കൾ ഒരു മണിക്കൂർ ഇരുന്ന് സംസാരിക്കുന്നേ. താങ്കൾ എന്താ ഈ സംസാരിക്കുന്നത്? താങ്കൾ താങ്കൾ പറഞ്ഞു തീർക്കും. താങ്കൾ പറഞ്ഞു തീർക്കും. അല്ല, വ്യക്തി അധിക്ഷേപത്തിന് വേണ്ടി സമയം എടുക്കും. പറയാനൊന്നുമില്ലെങ്കിൽ ആൾക്കാരുണ്ടെങ്കിൽ വാഹിനിയും നീ വോടാ മരപ്പെട്ടി, നീ മാക്രി, നീ സംഖി, നീ കമ്മി, നീ കൊങ്ങി, നീ മുതലാളി അല്ല മുതലാളി കേട്ടാവളിയൻ, നീ വിട്ടി, ഞാൻ പണ്ഡിതൻ, ഞാൻ പാമരൻ എന്നൊക്കെ അമറുമ്പോഴാണ് മുതലാളിക്ക് വെട്ടെന്ന് ഓർമ്മ വന്ന. അല്ലട മരം ഓറന്മാരെ, ഞാൻ നിനക്കൊക്കെ ശമ്പളം തരുന്നത്. മുതലാളി ഒന്ന് ഇടപെടാൻ ശ്രമിച്ചതേ ഓർമ്മയുള്ളൂ. ഇത് ഞാനും സുജയും തമ്മിലുള്ള ഒരു മിനിറ്റ്. നമ്മൾ ഈ ചർച്ച എനിക്ക് ഒരു കുഴപ്പമില്ല എന്നായി മുതലാളി. എന്നെ തല്ലാതിരുന്നാൽ മതി, എന്റെ തടിയിൽ തൊടരുത് എന്നായി. എനിക്ക് നിങ്ങളോട് വായിട്ടലയ്ക്കാൻ താല്പര്യമില്ല. അതിനിടയിലാണ് സ്റ്റുഡിയോയിൽ ഈച്ച കയറിയത്. അടിച്ചു കൊല്ലാൻ വേണ്ടി വാഹിനി ഇറങ്ങി. ഈച്ചയാണെന്ന് കരുതി തലമണ്ടയ്ക്ക് വീക്ക് കിട്ടുമോ എന്ന് പേടിച്ച് മുതലാളി ആന്റി മേശക്കടിയിലേക്ക് മുങ്ങി. ഞാൻ പറഞ്ഞിട്ട് തന്നെ പോട്ടെ. ഞാൻ അക്കാഡമിക് ആയിട്ടാണ് താങ്കളോട് ചരിത്രം എനിക്ക് കേൾക്കേണ്ടതേ താങ്കളുടെ. അതിനിടയിലാണ് മൊട്ട ഇടയ്ക്ക് എന്തോ വന്ന് പറയാൻ ശ്രമിച്ചത്. നിന്റെ വീട്ടിൽ പോയി പറയടാ പറങ്ങാണ്ടി മോറ എന്ന്, മത്തങ്ങ തലയാന്ന് വാഹിനി അട്ടഹസിച്ചു.
RSS ശാഖയെ കാണിക്കുന്ന പരിപാടിയില്ല. നിർത്തുന്ന പരിപാടിയില്ല. പറയണമെങ്കിൽ പറഞ്ഞുകൊണ്ടേയിരിക്കും. താങ്കൾക്ക് പറയണമെങ്കിൽ താങ്കളുടെ വീട്ടിൽ പോയി പറയണം, അല്ലാതെ എന്നെയല്ല. സുജയ, വീട്ടിൽ പോയി മത്തങ്ങാക്കൊരു നടനാണോടാന്ന് ഞാൻ നിനക്കൊക്കെ ശമ്പളം തരുന്നതെന്ന് ഓർമ്മ വന്ന മുതലാളി വീണ്ടും ഒന്ന് ഇടപെടാൻ ശ്രമിച്ചു. അതോടെ അടി മൂർധന്യാവസ്ഥയിലായി. രണ്ടുപേരും ഇവിടെ മുതലാളിക്ക് നേരെയായി. താങ്കൾ പ്രധാനമന്ത്രിയെ അപമാനിക്കുന്നു, ഭരണഘടനയെ അപമാനിക്കുന്നു, ആരാളെ അപമാനിക്കുന്നു, ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കണം. അല്ല, തുടർച്ചയായി താങ്കൾ അതല്ല, താങ്കൾക്ക് പറയാനുള്ള മണ്ടത്തരങ്ങൾ താങ്കൾ അവിടെ ഇരുന്ന് പറഞ്ഞോളൂ. താങ്കളുടെ ബുദ്ധിയൊക്കെ എത്രത്തോളം ആണെന്നുള്ളത് ചില ചോദ്യങ്ങളുണ്ട്. താങ്കളുടെ കൂട്ടുകാരോട് ഇതിന്റെ ചളിപ്പ് മറയ്ക്കാൻ വേണ്ടി ഇരുന്ന് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. എന്തായാലും കേട്ടു നിന്നവർക്ക് ഒരു കാര്യം ഉറപ്പായി. ഇവന്മാർക്കൊക്കെ ശമ്പളം കൊടുക്കുന്ന മുതലാളിയാണ് മരമണ്ടൻ. അദ്ദേഹം ചെയ്യുന്നതാണ് നോൺസെൻസ്. തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കുത്തിയിട്ടാണ് ഈ കുന്തിളത്ത്. ചരിത്രപരമായ മണ്ടത്തരം ഇവിടെ ഇരുന്ന് പറയണം. എല്ലാവരും സമ്മതിച്ചവരാണ്. നടക്കത്തില്ല. RSSനെ നരേന്ദ്രമോദിയൊക്കെ വ്യക്തിപരമായി അവഹേളിച്ചിരിക്കുന്നു. വ്യക്തിപരമായ അധിക്ഷേപം നടത്തി ഗവർണറെ പറയും, RSSനെ പറയും. അല്ല ആദ്യരിക്കട്ടെ. എന്തപ്പോ വാഹിനി പറഞ്ഞത്? RSSനെ പറഞ്ഞാൽ മോദിയെ പറഞ്ഞാൽ എന്താണ് അങ്ങനെ ഒരു ടോക്ക്? ഈ RSSന്റെ നാഗ്പൂരിലെ RSSന്റെ ശാഖയാണോ ഇത്? ഇതൊരു മാധ്യമ സ്ഥാപനമല്ലേ? ഇത് വാഹിനിയുടെ തറവാട്ട് സ്വത്താണോ? അല്ല, നിങ്ങൾ തന്നെ പറ, ഇത് ഏതാണ് സ്ഥാപനം? ഇവിടെ എന്താണ് RSSന് കാര്യം? ഇവിടെ എന്താണ് നരേന്ദ്രമോദിക്ക് കാര്യം? ഇവിടെ എന്താണ് SFIക്ക് കാര്യം? അതിന്റെ പേരിൽ എന്തിനാ ഇവര് തമ്മിൽ തള്ളിയും തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുകയും ചെയ്യുന്നത്? മുതലാളിക്ക് ഇതിനിടയിൽ മൂക്കിനിടി കിട്ടി ബോധം പോയിരുന്നു. മൂപ്പര് ബോധം വീണ്ടെടുത്ത് തിരിച്ചു വന്നിട്ടുണ്ട്. എന്നെ കുറിച്ച് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ കോൺഗ്രസിനെതിരെ പറയുന്നു എന്നാണ് പറയുന്നത്? കാരണം എൻ്റെ അഭിപ്രായം അതാണ്. അരുണിനെ കുറിച്ച് എപ്പോഴും പറയുന്ന കാര്യം എന്താണ്? CPMനെ അനുകൂലമായി പറയുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിനെതിരെ പറയുന്നു. സ്മൃതിയെ കുറിച്ച് CPMമാർ പറയുന്നത് എന്താണ്? ഈ സ്മൃതി പറ്റിക്കാട് CPMനെതിരായി വലിയ രീതിയിൽ ചർച്ച നടത്തുന്നു എന്നുള്ളതാണ്. ജിമ്മിനെ കുറിച്ച് ഞാൻ ഒരാഴ്ചയായിട്ടുള്ളൂ, ജിമ്മി ഇപ്പം അതുവരെ ബ്രാൻഡ് ചെയ്യപ്പെട്ടു. സുജയനെ കുറിച്ച് പറയുന്നതാണ് BJPക്ക് വേണ്ടി വലിയ രീതിയിൽ അഭിപ്രായം പറയുന്നത്. അത് ഇതൊന്നും മാധ്യമ പ്രവർത്തനമല്ല സാർ, രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇപ്പൊ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരേ ഓഫീസിൽ ഇടതിന്റെ ഓഫീസ്, വലതിന്റെ ഓഫീസ്, SFIയുടെ ഓഫീസ്, സംഖ്യകളുടെ ശാഖ, RSSന്റെ കാര്യാലയം ഒന്നിച്ച് സ്ഥാപിച്ചാൽ ഇതാണ് അവസ്ഥ. എന്നിട്ട് വലിയ ധീരമായ മാധ്യമ പ്രവർത്തനമാണ് ഇതെന്ന് പറയല്ലേ സാർ? മോശമാണ് സാർ ഇതൊക്കെ. അങ്ങനെ പറയല്ലേ സാർ, മോശമാണ്. എന്തായാലും മുതലാളി, ഞങ്ങൾ പ്രേക്ഷകർ ഇതൊക്കെ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നല്ലേ? ഞങ്ങൾ പൊട്ടന്മാരല്ലല്ലോ, ഒരു മാപ്പ് പറ. രീതിയിൽ ഈ ഇപ്പൊ നടന്ന കാര്യത്തെ ഞാൻ അപലപിക്കുകയാണ്. കാരണം ഇതിങ്ങനെ നടക്കാൻ ഈ സ്ഥാപനത്തിൽ പറ്റില്ല എന്നുള്ളത് കൊണ്ട് ഈ ബോഡിയിൽ ഇരുന്ന് അങ്ങനെ ചെയ്യാൻ പാടില്ല. മാനേജിംഗ് എഡിറ്റർ എന്ന് പറഞ്ഞ നിലയ്ക്ക് ഈ ബോഡിയിൽ ഇരുന്ന് ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ഈ ഇപ്പൊ നടന്ന കാര്യത്തിന് അപലപിക്കുകയാണ്. ഇത് പ്രേക്ഷകരോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. സത്യം പറഞ്ഞ ഇവന്മാർ എല്ലാ ദിവസവും സ്ക്രിപ്റ്റഡ് ആയിട്ട് അടി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ സെറ്റ് ഇട്ടിട്ട് വന്ന് ചർച്ച ചെയ്യല്ലേ എന്നുള്ളതാണ്. നീ ഇന്നത് പറ, ഞാൻ ഇത് പറയാം, അപ്പൊ നമ്മളെ റേറ്റിംഗ് കൂടുന്നത്. അങ്ങനെ 1ാം സ്ഥാനത്ത് വരികയും ചെയ്തു. പക്ഷെ ഇന്നലെ ശരിക്കും അടിപൊട്ടി. 1-2 ആശുപത്രിയിലാണെന്നാണ് കേട്ടത്. മുതലാളി ആശുപത്രിയിലാണത്രേ. അപ്പൊ നന്ദി, നമസ്കാരം. മറ്റൊരു തല്ല് വാർത്തയുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും വണക്കം.